ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരള സ്റ്റൈൽ ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മിക്കവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും ഇത്, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 350 ഗ്രാം എല്ലില്ലാത്ത ബീഫ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചോപ്പറിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഇതിൽ നിന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു വലിയ കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാൻ ഈ കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ചൂടൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു വലിയ മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ഇനി നമുക്ക് ഈ ഓരോ കട്ട്ലേറ്റും ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഈ ഒരു ഇതിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കട്ട്ലേറ്റും ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റും ആദ്യം മുട്ട ബീറ്റ് ചെയ്തെടുത്തതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ നമുക്കിവിടെ ഒരു 9 കട്ട്ലേറ്റാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള കട്ട്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ചെറിയ കട്ട്ലേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി എണ്ണം കിട്ടും. ഇനി നമുക്കിതുണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടൊരു സിപ്ലോക്ക് ബാഗിലേക്ക് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. 2 ആഴ്ച വരെയൊക്കെ ഇത് ഫ്രീസറിൽ ഫ്രഷ് ആയിട്ടിരുന്നോളും. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റ് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഇതിന് ഫ്രൈ ചെയ്തെടുക്കാൻ.
കുറഞ്ഞ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ കട്ട്ലറ്റ് പൊട്ടിപ്പോവും. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ കട്ട്ലറ്റ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വരുന്നവരെ ഇതിനെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കട്ട്ലറ്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ബീഫ് കട്ട്ലറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.